എപ്പോഴെങ്കിലും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കും തോറും കൂടുതൽ ഒറ്റപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? കൂടുതൽ മനസ്സിലാക്കും തോറും ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇത് വെറും തോന്നൽ മാത്രമല്ല, സമൂഹം എപ്പോഴും ആഴത്തിൽ ചിന്തിക്കുന്നവരെ ഭയപ്പെട്ടിട്ടുണ്ട്. അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടല്ല, മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അവർ കാണുന്നത് കൊണ്ടാണ്. ചരിത്രം ഇത് കാണിക്കുന്നു. സോക്രട്ടീസ് മുതൽ നീച്ചെ വരെ, ഗലീലിയോ മുതൽ ടെസ്ല വരെ ബുദ്ധിശാലികളായ ആളുകളെ പരിഹസിച്ചു, നിശബ്ദരാക്കി അല്ലെങ്കിൽ അവഗണിച്ചു. ഇതവർക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല സംഭവിച്ചത്. അവരുടെ ചിന്തകൾ മറ്റുള്ളവരെ അസ്വസ്ഥരാക്കിയതുകൊണ്ടാണ്. ബുദ്ധി ഒരു ശാപമാണെന്ന് വിശ്വസിച്ചിരുന്ന ഷോപ്പൻഹോവർ പറയുന്നത് ലോകത്തെ വളരെ വ്യക്തമായി കാണുന്നവർ ഏകാന്തരാണ് എന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വ്യത്യസ്തമായി ചിന്തിക്കുന്നവരെ സമൂഹം എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിനുള്ള ഉത്തരം മനുഷ്യ മനഃശാസ്ത്രത്തിൽ ആഴത്തിലുണ്ട്. നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ശാരീരികമായി ശക്തനായ ഒരാളുടെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ബലഹീനത തോന്നുന്നില്ല. നിങ്ങൾ അവരുടെ ശക്തിയെ അഭിനന്ദിക്കുന്നു. നിങ്ങൾ സമ്പന്നരായ ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് അവരോട് അസൂയ തോന്നിയേക്കാം, പക്ഷേ വ്യക്തിപരമായി ആക്രമിക്കപ്പെടുന്നതായി തോന്നുന്നില്ല. എന്നാൽ നിങ്ങൾ ബുദ്ധിപരമായി മികച്ച ഒരാളെ കാണുമ്പോൾ എന്തോ ഒരു വിചിത്രമായ അനുഭവം ഉണ്ടാകുന്നു. മനഃശാസ്ത്രജ്ഞർ ഇതിനെ മിറർ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു. ആഴത്തിൽ ചിന്തിക്കുന്ന ഒരാൾ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ചുറ്റുമുള്ളവരുടെ പരിമിതികളെ അവരിലേക്ക് തന്നെ പ്രതിഫലിപ്പിക്കുന്നു. ആളുകൾ അത് അത്ര പെട്ടെന്ന് പൊറുക്കില്ല. ആഴത്തിൽ ചിന്തിക്കുന്ന ഒരാളുടെ സാന്നിധ്യം പോലും മറ്റുള്ളവരെ കഴിവില്ലാത്തവരായി തോന്നിപ്പിക്കാൻ സാധ്യതയുണ്ട്. മറ്റു തരത്തിലുള്ള പ്രത്യേകതകളേക്കാൾ ബുദ്ധി എങ്ങനെയാണ് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? നമ്മുടെ മനസ്സുകൾ വ്യത്യസ്ത രൂപത്തിലുള്ള മേന്മകളെ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരാൾക്ക് കൂടുതൽ ശക്തിയുണ്ടെങ്കിൽ അവരെ ഒരു നേതാവായി അല്ലെങ്കിൽ ഒരു സംരക്ഷകനായി നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾ സമ്പന്നനാണെങ്കിൽ അവരുടെ വിജയത്തെ അഭിനന്ദിക്കുകയോ അതുപോലെ ഒന്ന് നേടാൻ നമുക്ക് ആഗ്രഹമുണ്ടാകുകയോ ചെയ്യാം. ശക്തി, സമ്പത്ത്, സൗന്ദര്യം എന്നിവയെല്ലാം ബാഹ്യമായ കാര്യങ്ങളാണ്. അവ നമ്മൾ തിരിച്ചറിയുന്നു. പക്ഷേ ബുദ്ധി വ്യത്യസ്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ശാരീരിക ശക്തിയോ ഭൗതിക സമ്പത്തോ പോലെയല്ല ബുദ്ധി. ബുദ്ധി നമ്മുടെ സ്വത്വവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിശ്വാസങ്ങൾ, ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ എന്നിവ ഉപയോഗിച്ച് നമ്മളെ തന്നെ നിർവചിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരാളെ നമ്മൾ കാണുമ്പോൾ അത് നമ്മളെ വ്യക്തിപരമായി ആക്രമിക്കുന്നതായി തോന്നാം. ബുദ്ധിയെ അഭിനന്ദിക്കുന്നതിനു പകരം പല ആളുകളും ഉപബോധ മനസ്സോടെ അതിനെ എതിർക്കുന്നു. ആഴത്തിൽ ചിന്തിക്കുന്നവർ ധാർഷ്ട്യമുള്ളവരോ പുച്ഛിക്കുന്നവരോ ആയതുകൊണ്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. അവരുടെ സാന്നിധ്യം മറ്റുള്ളവരെ അവരുടെ പരിമിതികളെ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ചരിത്രത്തിലുടനീളം ആഴത്തിൽ ചിന്തിക്കുന്നവരെ സമൂഹത്തിൻ്റെ ഓരത്തേക്ക് തള്ളിയിട്ടുള്ളത്. അവരുടെ ഉൾക്കാഴ്ചകൾ ആശയങ്ങളെ മാത്രമല്ല, വ്യക്തികളുടെ ഈഗോയെയും ചോദ്യം ചെയ്യുന്നു. മനുഷ്യൻ അവരുടെ ഈഗോയെ അസ്വസ്ഥതയിൽ നിന്ന് സംരക്ഷിക്കാൻ എന്തും ചെയ്യാൻ തയ്യാറാകും. നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് ഓർക്കുക. സാധാരണ സംഭാഷണത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആഴത്തിലുള്ളതോ സങ്കീർണമായതോ ആയ ഒരു ആശയം അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആളുകൾ ഒരുതരം മൗനം പാലിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഉപരിപ്ലവമായ സംസാരത്തിനപ്പുറം ചർച്ചകൾ പോകുമ്പോൾ ആളുകൾ പെട്ടെന്ന് വിഷയങ്ങൾ മാറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് വെറും യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല, അതൊരു പ്രതിരോധ സംവിധാനമാണ്. ആളുകൾ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരാളെ കാണുമ്പോൾ അവരുടെ മനസ്സ് സ്വയം രക്ഷിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നു. ആളുകൾക്ക് ജിജ്ഞാസ തോന്നുന്നതിനു പകരം അവരതിനെ എതിർക്കുന്നു. ഇടപഴകുന്നതിനു പകരം അവഗണിക്കുന്നു. അതുകൊണ്ടാണ് ബുദ്ധിജീവികളും തത്വചിന്തകരും ദീർഘവീക്ഷണം ഉള്ളവരുമെല്ലാം ഒറ്റപ്പെട്ടു പോകുന്നത്. അവർക്ക് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹമില്ലെങ്കിലും സമൂഹം അവരെ അതിലേക്ക് തള്ളിവിടുന്നു. പഠനങ്ങൾ കാണിക്കുന്നത് ആത്മവിശ്വാസത്തിന് ബുദ്ധിയേക്കാൾ പ്രാധാന്യം നൽകുന്നു എന്നാണ്. ആളുകൾ അവരവരുടെ ആശയങ്ങൾ ശരിയാണെന്ന് ഉറപ്പിച്ചു പറയുന്നവരെ വിശ്വസിക്കാൻ
കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ആ ആശയങ്ങൾക്ക് ആധികാരികത ഇല്ലെങ്കിൽ പോലും ലളിതമായി ചിന്തിക്കുന്ന ആകർഷകമായ വ്യക്തിത്വമുള്ള ആളുകൾക്ക് സമൂഹത്തിൽ കൂടുതൽ സ്വാധീനം ലഭിക്കുന്നു. വിമർശനാത്മകമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നവരേക്കാൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയുന്നവരെ ആളുകൾക്ക് വേഗത്തിൽ സ്വീകാര്യത ലഭിക്കുന്നു. സത്യം തേടുന്നതിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. തേടുന്നവർ പലപ്പോഴും ഭൂരിപക്ഷത്തിൽ നിന്ന് അകന്നു പോകുന്നു. മിറർ ഇഫക്റ്റ് സമൂഹത്തിൻ്റെ പരിമിതികളെ മാത്രം കാണിക്കുന്നില്ല, മാറ്റങ്ങളെ എതിർക്കുന്നതിനുള്ള കാരണവും ഇത് എടുത്തു കാണിക്കുന്നു. ബുദ്ധി ഭീഷണിയാണെങ്കിൽ അതിന് ശാസ്ത്രീയപരമായ തെളിവുകളുണ്ടോ? ന്യൂറോ സയൻസ് ഇതിനെ പിന്തുണയ്ക്കുന്നു. ബുദ്ധിപരമായി താഴ്ന്നവരാണെന്ന് തോന്നുമ്പോൾ ആളുകളുടെ മസ്തിഷ്കത്തിലെ അമിഗ്ഡാല വളരെയധികം പ്രവർത്തിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ ആഴത്തിലുള്ള ചിന്തകൾ ഭയപ്പെടുത്തുന്നതാണ്. ഇത് ഒരു അതിജീവന പ്രതികരണം പോലെയാണ്. ഒരു അപകടം നേരിടുമ്പോൾ ഉണ്ടാകുന്ന അതേ പ്രതികരണം തന്നെയാണ് ബുദ്ധി കുറവാണെന്ന് തോന്നുമ്പോഴും ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ബുദ്ധി ഒരു ശാരീരിക ഭീഷണി പോലെ പ്രവർത്തിക്കുന്നത്? മനുഷ്യൻ്റെ തലച്ചോറ് എങ്ങനെയാണ് പരിണാമത്തിലൂടെ രൂപപ്പെട്ടത് എന്നുള്ളതിൽ ഇതിന് ഉത്തരമുണ്ട്. മനുഷ്യൻ്റെ ചരിത്രത്തിൽ അതിജീവനത്തിന് ഏറ്റവും അത്യാവശ്യമായ കാര്യം ഒരു കൂട്ടത്തിൽ അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ്. കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ അത് മരണത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തലച്ചോറ് ബുദ്ധിപരമായ കാര്യങ്ങളെക്കാൾ സാമൂഹിക അംഗീകാരത്തിന് പ്രാധാന്യം നൽകുന്നു. ഒരാൾ ഒറ്റയ്ക്ക് ഒരു ബുദ്ധിമാനായ വ്യക്തിയുമായി ഇടപഴകുമ്പോൾ കുറച്ച് ഭയം തോന്നാം. എന്നാൽ ഒരു കൂട്ടായ്മയിൽ ഭയം കൂടാൻ സാധ്യതയുണ്ട്. കൂട്ടത്തിൽ സാമൂഹിക സ്ഥാനം വളരെ പ്രധാനമാണ്. മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ന്നവരായി തോന്നാതിരിക്കാൻ ആളുകൾ അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ആഴത്തിൽ ചിന്തിക്കുന്നവരുമായി സ്വകാര്യ സംഭാഷണങ്ങൾ നടത്താൻ എളുപ്പമാണ്. എന്നാൽ വലിയ സാമൂഹിക ഒത്തുചേരലുകളിൽ അത് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് ബുദ്ധിയെ ആളുകൾ എതിർക്കുന്നതെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. ഡണ്ണിങ് ക്രൂഗർ ഇഫക്റ്റ് അനുസരിച്ച് കഴിവ് കുറഞ്ഞ ആളുകൾ അവരുടെ ബുദ്ധിയെ അമിതമായി വിലയിരുത്തുന്നു. എന്നാൽ ബുദ്ധിയുള്ള ആളുകൾ അവരെ തന്നെ സംശയിക്കുന്നു. കുറഞ്ഞ അറിവുള്ളവർ കൂടുതൽ അറിയാമെന്ന് വിശ്വസിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നവരെ തള്ളിക്കളയുന്നു. സ്റ്റാറ്റസ് ക്വോ പക്ഷപാതം അനുസരിച്ച് നമ്മുടെ തലച്ചോറ് പുതിയ ആശയങ്ങളെക്കാൾ പരിചിതമായ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ബാക്ക്ഫയർ ഇഫക്റ്റ് അനുസരിച്ച് ഒരാളുടെ വിശ്വാസങ്ങൾക്ക് എതിരായ വിവരങ്ങൾ നൽകുമ്പോൾ അവർ അവരുടെ നിലവിലുള്ള ചിന്തകളെ കൂടുതൽ ശക്തമായി ന്യായീകരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ബുദ്ധി എതിർക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ആളുകൾക്ക് താൽപ്പര്യമുള്ള വിവാദപരവും വൈകാരികവുമായ ഉള്ളടക്കങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ലളിതവും ആകർഷകവുമായ കാര്യങ്ങൾ വേഗത്തിൽ ശ്രദ്ധ നേടുന്നു. ആഴത്തിലുള്ള കാര്യങ്ങൾ ചെറിയ രൂപത്തിൽ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വിനോദത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തിൽ ആഴത്തിൽ ചിന്തിക്കുന്നവർക്ക് അംഗീകാരം നേടാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഇതിനർത്ഥം ബുദ്ധിയെ എതിർക്കുന്നത് ഒരു സാമൂഹിക പ്രശ്നം മാത്രമല്ല, ജൈവശാസ്ത്രപരവും മാനസികവും സാംസ്കാരികവുമായ പ്രശ്നമാണ്. ഇത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ ഉള്ളതാണ്. ആഴത്തിൽ ചിന്തിക്കുന്നവർ അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത് നിർത്തണം എന്നല്ല ഇതിനർത്ഥം. അവർക്കെതിരായി പ്രവർത്തിക്കുന്ന ശക്തികളെക്കുറിച്ച് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ തികഞ്ഞവരാണ്. ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. നിങ്ങളുടെ ചിന്തകളെ വിലമതിക്കാത്ത ആളുകൾക്ക് വേണ്ടി നിങ്ങളുടെ വിലയേറിയ ചിന്തകളെ പാഴാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവരെ കണ്ടെത്തുക. ആഴത്തിലുള്ള ആശയങ്ങൾ ലളിതമായി അവതരിപ്പിക്കാൻ പഠിക്കുക. ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു കാര്യം ലളിതമായി വിശദീകരിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആഴത്തിൽ ചിന്തിക്കുന്നവർ ഈ ലോകത്തെ വ്യത്യസ്ത രീതിയിലാണ് കാണുന്നത്. അത് ചില ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുന്നത് ഒരിക്കലും നിർത്തരുത്. സമൂഹത്തിന് ആഴത്തിൽ ചിന്തിക്കുന്നവരെ ആവശ്യമുണ്ട്.